പക്ഷെ നിങ്ങൾ തമ്മിൽ വേറെന്തോ ബന്ധം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. ഓ ഞങ്ങൾ തമ്മിൽ വേറുണ്ടായിരുന്ന എന്ത് ബന്ധം? അതെനിക്ക് ചോദിക്കാൻ. കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയുള്ള കൺമണിയായിട്ട് എനിക്ക് എന്ത് ബന്ധം വരാനാണ്? കല്യാണം കഴിഞ്ഞ കുട്ടിയോ? പിന്നെ ഇതൊന്നും അറിഞ്ഞൂടാ. ഇതൊക്കെ പറഞ്ഞു തരുന്ന ആൾക്കാരുടെ അടുത്തൊന്നും അന്വേഷിച്ചിട്ടില്ല ദർശന. ഇല്ല ദർശന കല്യാണം കഴിഞ്ഞ് അങ്ങനെയൊന്നും ഞാൻ കാണണ്ട. ഞാൻ അണ്ണനോട് പറഞ്ഞിട്ടില്ലേ കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയായിട്ട് അവളെ ആ ഭർത്താവ് ഇട്ടിട്ട് പോയി. എന്നിട്ട് ആ കൊച്ചിനെ വളർത്താൻ അവക്ക് വേറെ വഴിയില്ലാത്തോണ്ട് അവളെ ഞാൻ കേറി പിടിച്ചു എന്ന് പറഞ്ഞ് അവളെ കോടതി കൊണ്ട് കേസ് കൊടുത്തു. ഫേക്ക് അക്യൂസിഷൻ. ഞാനത് കോടതിയിൽ കാശെറിഞ്ഞ് തെളിവെറിഞ്ഞ് പ്രൂവ് ചെയ്ത്. കാശല്ല, ഞാൻ അവിടുന്ന് കഷ്ടപ്പെട്ടു പോയി തെളിവെറിഞ്ഞു എന്ന് പറയാൻ വന്നപ്പോ നാക്കുടക്കിയതാ. കഷ്ടപ്പെട്ടു പോയി തെളിവെറിഞ്ഞ് ഞാനത് സോൾവ് ചെയ്ത് ഞാൻ അതിന്റെ ഇത് കണ്ടുപിടിച്ചു. വേറൊരുത്തനാണ് തന്ത, കാട്ടാക്കടയുള്ള ഒരു മോഹനൻ, പുള്ളിയാണ് ഈ ചെറുക്കൻ്റെ അച്ഛൻ. ഇതൊക്കെ ഓൾറെഡി തെളിഞ്ഞ കേസാണ്. പിന്നെ അത് വീണ്ടും കുത്തി പറയരുത്. അണ്ണാ ഇതൊന്നും എനിക്കറിയത്തില്ലായിരുന്നല്ലോ. ഓരോരുത്തർ വന്നിട്ട് നിന്റെ ഫണ്ടല്ലേ വാസുണ്ണനെ വന്നിട്ട് നിനക്ക് ഇതൊന്നും അറിയത്തില്ല ചോദിക്കുമ്പോ എനിക്ക് എന്തുമാത്രം വിഷമമുണ്ടാവും. അണ്ണ ഇതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ലെന്നില്ലേ ഞാൻ വിചാരിക്കുള്ളൂ. ഇതൊക്കെ എന്റെ പാസ്റ്റ് ആണ് ദർശന. എന്റെ പാസ്റ്റ് വെച്ച് എന്നെ ജഡ്ജ് ചെയ്യരുത് പ്ലീസ്. ഇല്ല അണ്ണാ, ഞാൻ അങ്ങനെ ജഡ്ജ് ചെയ്ത ഒരാളല്ല അണ്ണാ. എപ്പോഴും ഇങ്ങനെ പറയും, പക്ഷെ എന്നിട്ട് ഓരോ വട്ടം സംശയം പോലെ എന്റെ അടുത്ത് വന്ന് ചോദിക്കും. മലരാരാ, അമ്മുക്കുട്ടി ആരാ, കനി ആരാ, സൂസൻ ആരാ. ഇതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ. അല്ല, ഞാൻ ചുമ്മാ ഒരു എക്സാമ്പിൾ ആയിട്ടുള്ള പേര് പറഞ്ഞു. ഇവരെയൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇനി ആരുടെയൊക്കെ പേര് കേൾക്കണം ഞാൻ? ഞാൻ എന്തോരം കഷ്ടപ്പെടുത്തേണ്ടതെന്ന് അറിയോ? എന്താണ് ദർശനയുടെ കഷ്ടപ്പാട്? കേക്കട്ടെ. അണ്ണാ അണ്ണ എന്നെ ഫ്രണ്ടായിട്ടല്ലേ കാണുന്നേ? അതെ, ഞാനും അണ്ണനെ ഫ്രണ്ടായിട്ടല്ലേ കാണുന്നേ. അതാണോ ഇപ്പൊ ദർശനയുടെ കഷ്ടപ്പാട്? അല്ല പിന്നെ. പക്ഷെ എനിക്ക് എന്താന്ന് അറിയത്തില്ല, എനിക്ക് അണ്ണന്റെ കാര്യത്തിൽ കുറച്ച് പൊസസീവ് ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ അതെനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഈ ആൾക്കാരൊക്കെ വന്ന് ഓരോന്നൊക്കെ പറയുമ്പോ എനിക്കത് ഇങ്ങോട്ട് പറ്റുന്നില്ല. ഹലോ ശരത്തേട്ടാ. ആ ഓ ആ പറഞ്ഞോ. ഓക്കെ, അത് നാളെ തന്നെ കൊണ്ടുതരാം. ഓക്കെ 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 ഓക്കെ. ഹലോ ഹലോ, പറഞ്ഞ ഞാൻ ഇവിടെ വെളിയില്. പക്ഷെ ഞാൻ എന്റെ ഫ്രണ്ടാണ് അല്ലേ? അതെ 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 ആണ്. അണ്ണ എന്റെ ഫ്രണ്ട് അല്ലേ? അതെ അതെ. പക്ഷെ ഈ നാട്ടുകാർക്കൊന്നും അറിയത്തില്ല, അതാണ് പ്രശ്നം. ഈ നാട്ടുകാരുടെ എന്തിനാണ് നാട്ടുകാരുടെ ഒപ്പീനിയൻസ് എടുക്കുന്നത്? ഒരു പണിക്ക് പോവാത്ത അലവലാതി എച്ചുകള്. എന്നാ പിന്നെ ഞാനെന്ത് പത്തു ഒരു പണിക്കും പോകത്തില്ല. ഇവനൊക്കെ ഉണ്ടല്ലോ നാടിനും വീടിനും ഭാരമാണ്, മനസ്സിലായ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഒന്നും ചെയ്യുകയില്ല, ബാക്കിയുള്ളവന്റെ കഞ്ഞിപ്പാത്രത്തിൽ കൈയിട്ട് വാരി തിന്നും. ആര് അണ്ണനെ പറ്റി എന്ത് പറഞ്ഞാലും ഞാനത് അണ്ണനോട് ചോദിക്കുള്ളൂ. ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം. പിന്നെ ചോദിക്കുന്ന രീതി ശരിയല്ല ദർശന. ഭയങ്കര സംശയാസ്പദമായിട്ടാണ് എന്റെ അടുത്ത് അത് ചോദിക്കുന്നത്. ഞാൻ പറയട്ടെ, ഇപ്പൊ ദർശനം വന്ന് ചോദിച്ചത് കേട്ടാ തോന്നും ഞാൻ റബേക്കയുടെ കൂടെ കാർ കയറി, ഞാൻ പോയി റബേക്ക ഞാൻ ഫ്ലേർട്ട് ചെയ്ത്, ഞാൻ വളച്ച്, ഞാൻ പുറകെ കിടന്ന് ഐ ലവ് യു പറഞ്ഞ് ഞങ്ങൾ കുറച്ചു നാൾ ഒരുമിച്ച് നടന്ന് എന്നുള്ള രീതിയിലാണ് എന്റെ അടുത്ത് വന്ന് സംസാരിച്ചത്. ഇപ്പൊ ദർശന കേൾക്കുമ്പോ തന്നെ എന്തോ പോലെ. ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഒന്നും. ഞാൻ സത്യം മാത്രമേ കൊച്ചിനോട് പറയട്ടില്ല. അപ്പൊ ഈ പട്ടിക്ക് എന്തോ കൈയുണ്ട്. അതല്ലേ സത്യം. നീയല്ല കള്ളൻ. അണ്ണാ അതൊക്കെ പോട്ടെ. നമ്മൾ എന്തിനാ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, പിണക്കം? ഇല്ല, എനിക്കങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡിങ് പിണക്കൊന്നും ഇല്ല. എനിക്കും ഇല്ല.
ആ അതെ ഒന്നാമത് ദർശന ഈ ആരെന്തൊക്കെ നാട്ടുകാര് പറയുന്നൊന്നും കേൾക്കണ്ട ദർശന. നമ്മൾ കുറച്ച് പേര് പറയുന്നത് അത് മാത്രം വിശ്വസിച്ചു. ഓ നീ ആരാ? ഇവിടുത്തെ മജിസ്ട്രേറ്റാ? നീ പറയുന്ന കേക്കാൻ? അല്ല വിശ്വസിച്ചാൽ മതി. വിശ്വസിച്ച് ഈ നാട്ടുകാർ പലതും പറയുന്നുണ്ട്. അണ്ണനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞെടുത്തത്, അണ്ണൊരു പെണ്ണുപിടിയാണ്, ഫ്ലേറ്റ് ചെയ്ത് നടക്കുന്നത്, അങ്ങനെയൊക്കെ പറയുന്നില്ലേ? നമ്മളത് വിശ്വസിക്കുന്നില്ലല്ലോ. ഗോകു വിഷ് നിനക്ക് കുറച്ച് പൈസ വെച്ചേരാ, ഞാൻ വല്ല മോണ്ടാജ് എന്തെങ്കിലും കൊടുക്ക വെളിയിൽ. കൊടുക്ക ഒരു 50 മിനിറ്റ് വാ. TJ കളിച്ച എല്ലാം ഉണ്ട്. വാ. എനിക്ക് ഇങ്ങനത്തെ ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ദർശന, ഞാൻ ഇപ്പോഴേ പറയാം കേട്ടാ. അതുകൊണ്ട് ഞാൻ കോടതി പോലും പോകാറില്ല, കാരണം അവിടെ ജഡ്ജി ഉണ്ടല്ലോ. കോമഡി പറഞ്ഞിട്ട് ചിരിക്കാനെ. അതെന്താ ഓട്ടോടെ ഹോണാ? അത് മാസ്ക് ഇട്ടോണ്ടാണ്. ഇന്ന് വരെയുള്ളതെല്ലാം